കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡ് ചെയ്താലോ വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിന് ഞാൻ മെറ്റാലിക് ഫ്രെയിം എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം നമ്മളൊരു ലേസ് എടുത്തിട്ടുണ്ട്. ഈ ലേസ് നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേണ്ടിയൊക്കെ മിക്കവാറും വാങ്ങിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു 12 രൂപയോ 15 രൂപയോ ഉള്ളൂ ഇത് മീറ്ററിന്. നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മെറ്റാലിക് ഫ്രെയിം എടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഈ ലേസ് ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പേസ്റ്റ് ചെയ്യുന്നത് പോലെ പേസ്റ്റ് ചെയ്യുക. പക്ഷേ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത് ചുരുണ്ട് പോവാതെ ഇതിങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ അത് നമ്മൾ നിവർത്തി അത് കറക്റ്റായിട്ട് അത് പേസ്റ്റ് ചെയ്യണം. ഇതുപോലെ ഒന്ന് കറക്റ്റ് പേസ്റ്റ് ചെയ്യണം. ചെറിയ ബീഡ്സ് പോലെ നിൽക്കുന്ന ആ സൈഡ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് പേസ്റ്റ് ചെയ്യുക. അത് ഫുൾ നമ്മുടെ ഹെയർ ബോ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ B7000 ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. B7000 ഗ്ലൂ എടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് കുറച്ച് ഒട്ടിച്ചിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഇത് വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെൻറ്ററിൽ മാത്രം കുറച്ചൊന്ന് പേസ്റ്റ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഇത് ഒട്ടിച്ചൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറയില്ലേ, ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് വരും. അതുകൊണ്ടാണ് ആ ചുരുണ്ട് വരുന്നതിനെ മാറ്റിയിട്ട് ഒട്ടിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി പോകും. എന്നിട്ട് അവസാനം ആ എഡ്ജിൻ്റെ അവിടെ വരുമ്പോൾ കറക്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് നിർത്തുക. അതിനുശേഷം ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിൽ ഒന്ന് അതിനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കൈകൊണ്ട്. പിന്നെ അതെല്ലാം ഒരേ ഓർഡറിൽ വരാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് കട്ട് ചെയ്ത് കഴിയുക. അടുത്ത് തിരിച്ച് വീണ്ടും ഗ്ലൂ നമ്മുടെ ആ ലേസിൻ്റെ പുറത്തൂടെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ആ സൈഡിൽ നിന്ന് വീണ്ടും അടുത്ത ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ കുറച്ച് സെൻറ്ററിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പും കിട്ടും. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ്, നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് പല കളറിൽ നമുക്കിതുണ്ട്. ഒത്തിരി കളേഴ്സ് ഈ ലേസ് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഇതുപോലെ പല വെറൈറ്റി ആയിട്ടുള്ള ലേസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് വേണം ചെയ്യാൻ. കാരണം നമ്മൾ നേരത്തെ മെറ്റാലിക് ഫ്രെയിമിൻ്റെ പുറത്തായിരുന്നു, അത് പെട്ടെന്ന് പേസ്റ്റ് ആയി കിട്ടും. പക്ഷേ അടുത്ത് നമ്മൾ ആ ലേസിൻ്റെ പുറത്താണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം ഒരേ ലെവലിൽ ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഈ ലേസിൻ്റെ പുറത്താകുമ്പോൾ ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്യാതെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ നോക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ അങ്ങ് ഇരുന്നോളും. ഇനി അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് പോയിട്ട് ഇനി എഡ്ജ് നല്ല നീറ്റായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. എഡ്ജ് നല്ല നീറ്റായിട്ട് നമ്മൾ സാറ്റിൻ റിബൺ വെച്ച് അല്ലെങ്കിൽ എൻഡ് ടേപ്പ് വെച്ച് വേണം. ഇതിൻ്റെ പേര് എൻഡ് ടേപ്പ് എന്നാണ്. നമുക്കിതിങ്ങനെ മീറ്റർ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. 2 സൈഡിൻ്റെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെയ്തില്ലേ, ഇപ്പോൾ ചെയ്തതിൻ്റെ 2 സൈഡിലും ഒട്ടിച്ചതിൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പില്ലേ, അതിലേക്ക് ഞാൻ സ്റ്റോൺ ചെയിനാണ് കൊടുക്കുന്നത്. ഇനി സ്റ്റോൺ ചെയിന് പകരം കുഞ്ഞു ഫ്ലവേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിൽ പല വെറൈറ്റി നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി പേളും നമുക്ക് ക്ലിപ്പ് സ്റ്റോണും കൊടുത്ത് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലവർ കൊടുത്ത് ചെയ്യാം സെൻറ്ററിൽ, അല്ലെങ്കിൽ വൈറ്റ് പേൾ മാത്രം ഇങ്ങനെ ഒട്ടിച്ച് ചെയ്യാം. വൈറ്റ് പേളും ക്ലിപ്പ് സ്റ്റോണും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് വീതി കുറഞ്ഞ ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ ഒരു 2 ലെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 ലെയർ ഞാനിങ്ങനെ എടുത്ത് വെച്ചാൽ ആദ്യം നിങ്ങളുടെ എളുപ്പത്തിന് ഒറ്റ ലെയർ പേസ്റ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ 2 ലെയറും ഒരുമിച്ച് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ 2 ലെയർ എടുത്ത് ഒരുമിച്ചങ്ങ് വെച്ച് ഇതുപോലെ പേസ്റ്റ് ചെയ്യുന്നു. അത് നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യണം കേട്ടോ. ഒരു ലെയർ ആദ്യം ഒട്ടിച്ചിട്ട് അടുത്ത ലെയർ അടുത്തൊട്ടിച്ചാലും മതി. ഇതുപോലെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ടൈമൊന്നും ഇതിന് എടുക്കില്ല. ഈ ഒരു സെൻറ്ററിലൊന്ന് പേസ്റ്റ് ചെയ്യുന്നതിന് മാത്രമാണ് നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വരിക എന്ന് പറയാം. ഇതുപോലെ ഈ ഗ്യാപ്പ് വരുന്നതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ.
നിങ്ങൾ തന്നെ നോക്കി ഒത്തിരി സമയമൊന്നും എടുക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമുക്ക് പുതിയ ഹെയർ ബാൻഡോ ഫ്രെയിം തന്നെ വേണമെന്നില്ല. നമ്മളെ കയ്യിലിരിക്കുന്ന പഴയ ഫ്രെയിമിലൊക്കെ ഇതുപോലെ കവർ ചെയ്ത് ചെയ്യാം. കാരണം നമ്മൾ ഇത് ഡ്രസ്സിലൊക്കെ വയ്ക്കാൻ വാങ്ങിക്കുന്നത് നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ ലേസ് മാത്രമല്ല, പല ലേസ് നമുക്ക് ഇതുപോലെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഹെയർ ക്ലിപ്പും ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് ഒരേ ഓർഡറിൽ ഒന്ന് പ്രസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.